വെള്ളം കൂടുതലാണ്. വെള്ളം അങ്ങനെ കറങ്ങുമല്ലോ ചെയ്താലേ കിടന്ന് മഴയാണ്. മീൻ നിൽക്കാനുള്ള രീതിയിൽ ഒരു ശകലമെങ്കിലും വെള്ളം ഇതായിട്ട് നിൽക്കണം, എന്നാലേ ഇത് ഇതാവുള്ളൂ. ഇതെല്ലാം ഇതുപോലെ വെള്ളം വന്നു കഴിയുമ്പോൾ ഇവർ പാഞ്ഞടിച്ച് നടക്കുക. വെള്ളം വന്നു കഴിയുമ്പോൾ മീനൊന്നും നിൽക്കാൻ എത്ര മഴയായിപ്പോൾ. മീൻ നട്ടിട്ട് നിൽക്കുകയല്ലേ, നിങ്ങൾ വലിയ ഉത്സവം പോലെ പാഞ്ഞടിച്ച് നടക്കുകയാണ്. മീൻ അടിച്ചു കഴിയുമ്പം മീൻ പിടയ്ക്കുമോ? ഈ മണി നല്ലപോലെ അവൻ രക്ഷപ്പെടാനുള്ള മണി നോക്കുമല്ലേ. ഇല്ല് വരെ വളർന്നു തന്നെയല്ല ഇങ്ങനെ വന്നിട്ട്. അമ്പലം കണ്ടോ അവിടെ? അല്ല ആ കാണ ഏതാ അത്? അത് അക്കരക്കരയല്ലേ? 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 ആ ഈ സൈഡിൽ ഇവിടെ 2 കയമുണ്ട്, വലിയ താഴ്ചയുള്ള കയമുണ്ട്. ഉണ്ടെണ്ണം. അല്ലല്ല അതെന്താ? അല്ലല്ല അത് വേറെ എന്തോ സാധനം. പാമ്പ് കിടക്കുന്നവരെ ഇവിടെ ഉണ്ട്. വെള്ളം പറ്റും നമുക്ക് ശരിക്കറിയാതെ. നല്ലൊരു അടി ഒഴുകുന്നുണ്ട് ഭയങ്കരമായിട്ട്, നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. കണ്ടല്ലേ ആ മരത്തിന് മുകളിൽ നിന്ന് പിള്ളേർ ചാടും, നീന്താൻ വന്നിട്ട്. ചാടുന്നൊരു മരം അങ്ങനെയാ. കുഞ്ഞിക്കണ്ണ കുടിക്കേണ്ട പോരായിരുന്നു. ഇപ്പം ഒരു മീൻ അടിക്കണം. ചൂണ്ട വളയുന്നല്ലാണ്ട് മീൻ അടിക്കുന്നില്ല.
ഇത് കഴിയുന്ന ഡാൻസ് കഴിയുന്ന 4:45. ചേട്ടൻ സമയങ്ങളാനായിട്ട് ഇറങ്ങിയതല്ലേ. നമ്മൾ ചായ കുടിക്കുന്നു. ആ അതിനിപ്പോൾ പോവാം. കാട്ടിക്കൂടെ കയറി പോകാനാണോ? ആ അതെ, മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലമാണ്. അവിടെ ആദ്യം കൊണ്ടുപോകുന്നു. വെള്ളം കയറുന്നതാണോ? ഇവിടെ ഒന്നും കയറുകയില്ല. ഇല്ല. ഇതിപ്പോൾ പാലത്തിൻ്റെ ലെവലേ കേട്ടോ. ഇത്ര ഇങ്ങനെ എടുക്കുന്നത് മണിക്കൂർ കുറച്ചായി വരെ. വേണ്ട ഇതുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രി വന്നാൽ പേടിക്കും. പകൽ പിന്നെയും കുഴപ്പമില്ല. അതുണ്ട് അമ്പലം. കാരണം അതിനകത്ത് ആ ചേട്ടൻ്റെ ഫോണിൽ എടുത്ത് നോക്കി. ദൂരം വലിയൊരു എന്നാലൊരു ഇത് റീലെടുത്ത് നോക്ക്. കണ്ടകയത്തിൽ നിന്ന് അതിലെ വനത്തിലോട്ടേ പണ്ട് ജയം വെച്ചിട്ടുണ്ട്. മീൻ പിടിക്കുന്നുണ്ട്, വരുന്നുണ്ടോന്ന് നന്നാക്കാൻ പറഞ്ഞു. ഞാനും മറ്റേ നമ്പറിൻ്റെ എളി കയറി അവിടെ ചെന്നു. അപ്പം കണ്ടങ്ങയം വരെ ചെന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന കാര്യം, മരത്തിലോട്ട് പോകുന്ന കാര്യം എനിക്ക് ചെറിയൊരു പേടിയുണ്ടല്ലേ? പേടിയെന്ന് പറഞ്ഞാൽ വഴി അറിയില്ല. ഇതുണ്ടോ നല്ല സൈറ്റല്ലേ? ഇവിടെ താഴെ വന്നിട്ട് ചൂണ്ടിടുന്ന സ്ഥലമാണ്. അതെല്ലേ? ആ സൈഡിൽ കൂടെ പോയി നിൽക്കുക. ആ കമ്പ് കുത്തിയിട്ട് നമുക്ക് ചെല്ലാം. അവിടെ പോയി ചൂണ്ടിടുന്ന ഇവിടെ കിട്ടും. ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ വളയുന്നൊരു സ്ഥലമായതുകൊണ്ട് മീൻ കിട്ടും. ഉണ്ട് അമ്പലം നല്ല. അതോടെ വന്നാൽ ചെറുതായിട്ട് പേടിക്കും. പോയി ആ മരം മറിഞ്ഞ് കേട്ടതേ, തേക്ക് മറിഞ്ഞ് ചാരിയിരിക്കുക. അങ്ങോട്ട് പോകണ്ടല്ലേ? ആ മരത്തല്ലേ ഈ ഇതുണ്ടോ? ആ പനയെല്ലാം കൂടി ഇത് വളച്ചൊടിച്ചിരിക്കുന്നുണ്ട്. ആ മറ്റേ കാറ്റ. പിന്നെ അടിയിൽ കൂടെ അങ്ങ് പോകാൻ ആകാൻ മറിഞ്ഞെങ്കിൽ തന്നെ വന്നെങ്കിലോ? എന്നോട് പേടിയുണ്ടോ? അത് ഞാൻ അതിൻ്റെ അല്ല പറഞ്ഞത്, പിന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഞങ്ങളെന്നിട്ടേ ഓരോരുത്തർ ചെന്ന് ഞാൻ വേറൊരുത്തരാണ് കൂട്ടിക്കൊണ്ട് പോയി. കൂട്ടിക്കൊണ്ട് എൻ്റെ ചേട്ടാ കണ്ണകേന്ന് അങ്ങോട്ട് കയറി പോവാ അടുത്തോട്ട്. ഇവൻ അന്നേരം തൊട്ട് ഇവൻ ആവുന്ന പോലെ ഇവൻ വരുന്നില്ല. അവിടെ ആനയാണ്, ഞാനില്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ എന്നാണ് ആദ്യം പറഞ്ഞ പിന്നെ കൂട്ടി കണ്ണകേന്ന് അങ്ങോട്ട് പുറത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴും പറയുന്നുണ്ട് ഈ അല്ല അതിനകത്ത് എപ്പോഴും ആനയുള്ള സ്ഥലമല്ലേ ആ കുറച്ച്? അതന്നെ ഈ ആനയുടെ ചൂരടിക്കുന്നുണ്ട് അങ്ങോട്ട് കയറിയപ്പോൾ. അന്നേരം അവൻ പറയുന്നുണ്ട് അതാ ചൂരടിക്കുന്നുണ്ട്, ഞാനില്ല, ആനയുണ്ട്, ഞാനില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ അവിടെ നിന്ന് കൂവി മാട്ടന്മാരെ അവിടെ ജയനൊക്കെ അവിടെ ഉണ്ടെന്നറിയാം. അപ്പോൾ അവിടെ നിന്ന് കൂച്ച തിരിച്ചു കിട്ടും. ഇങ്ങോട്ട് വരണ്ട, ഓടിക്കോളാൻ പറഞ്ഞു. ആന വിട്ടോളാൻ പറഞ്ഞു. ആനയുള്ളതുകൊണ്ടാണ് അവർ പൊക്കോളാൻ പറഞ്ഞത്. അതെ അതെ, ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു. പണ്ടല്ലേ ചേട്ടാ അവിടെ വനത്തിൽ പോകണ്ടല്ലോ. വീഡിയോ എടുത്തോണ്ടിരിക്കാം. അത് കുഴപ്പമില്ല. ഇത്
വീഡിയോ ഞാനും ഇതുപോലെ കൂട്ടുകാരനോട് പ്രാവശ്യം ഈ പറഞ്ഞ പോലെ വനത്തിൽ കയറിയിട്ട് രണ്ടുപേരുടെ രണ്ട് സൈഡിൽ കത്തിച്ചിട്ട് ഇതിവിടെ ചൂണ്ടയിടുന്നവർക്ക് വേണ്ടിയിട്ട് ഇരിക്കാനുള്ള ഷെഡാണ്. പായൊക്കെ മഴ കാരണം എത്തിയല്ല, ഇവിടെയൊക്കെ പായലായിട്ട് കിടക്കും. ഇവിടെ നല്ല സൗകര്യമല്ല കണ്ടില്ലേ, നല്ല ചൂണ്ട വളഞ്ഞിങ്ങനെ നിൽക്കുക. ആ അത്രയും ചപ്പുണ്ട്, അതാണ്. ആ തീറ്റ പോയിട്ടില്ല, ചപ്പാണ്. പ്ലാസ്റ്റിക് കൂടെ ഉടക്കുന്ന